എല്ലാവരും ഇപ്പോൾ ദിയയുടെയും സിന്ധു കൃഷ്ണയുടെയും ഒക്കെ വ്ളോഗിലൂടെ നോക്കുന്നത് ആരെയൊക്കെയാണ് ഇവർ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് എന്ന് തന്നെയാണ്. ഇവരുടെ വീട്ടിലേക്ക് ആരൊക്കെ എത്തുന്നുണ്ട് എന്നും ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രേക്ഷകർ വ്ളോഗിലൂടെ എല്ലാവരും നോക്കുന്നത് അശ്വിൻ്റെ വീട്ടുകാരെ തന്നെയാണ്. ദിയയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെ അന്വേഷിക്കുന്ന ആരാധകർക്ക് ഒരു മറുപടിയും ലഭിക്കുന്നില്ല. ഇവരുടെ ചടങ്ങ് പ്രകാരം 28 കഴിഞ്ഞേ അമ്മ വന്ന് കാണാവൂ എന്നുണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ അതായിരിക്കാം. അശ്വിൻ്റെ വീട്ടുകാരെല്ലാവരും ചടങ്ങ് പടി വളരെയധികം പരമ്പരാഗതമായി ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് ചടങ്ങുകളൊക്കെ ഒരുപാടുണ്ട്. അശ്വിൻ്റെ അമ്മയെ തേടിയവർക്കൊക്കെ തന്നെയും ക്ഷീണമാണ് അവസാനം ഉണ്ടായത്. എവിടെയും കാണാനില്ലായിരുന്നു. അശ്വിൻ്റെ സഹോദരൻ വന്ന് കുഞ്ഞിനെ എടുക്കുന്ന ചിത്രങ്ങൾ അശ്വിൻ തന്നെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അശ്വിൻ്റെ അമ്മയ്ക്കൊന്ന് നേരെ കുഞ്ഞിനെ എടുക്കാൻ പോലും സാധിച്ചിട്ടുണ്ടാകില്ല. അതെല്ലാം തിടുക്കത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക്. സിന്ധു കുഞ്ഞിനെ തറയിൽ വയ്ക്കാതെ കൊണ്ടു നടക്കുന്നു. 2 അമ്മൂമ്മമാരുടെ അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു വശത്ത് അശ്വിൻ്റെ അമ്മയ്ക്ക് ഒന്ന് എടുക്കാൻ പോലും സാധിക്കുന്നില്ല. മറുവശത്ത് സിന്ധു തറയിൽ വയ്ക്കാതെ കൊണ്ടു നടക്കുന്നു. കുറച്ച് നാൾ കഴിഞ്ഞാൽ ദിയയും അശ്വിനും ഒറ്റയ്ക്ക് മാറും. അപ്പോൾ അശ്വിൻ്റെ അമ്മയ്ക്ക് വന്ന് നിൽക്കാം. അതുപോലെ അശ്വിൻ്റെ അമ്മയ്ക്ക് ഇതിനു മുൻപും ഒരു ചെറുകുട്ടി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദിയയുടെ അമ്മയ്ക്ക് സിന്ധുവിന് ഇതാദ്യമായി ജനിച്ച തൻ്റെ ഗ്രാൻഡ് ചൈൽഡാണ്, തൻ്റെ മോനാണ്, ആ കുടുംബത്തിലെ ആദ്യ മകനാണ്. അതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്നാൽ അശ്വിൻ്റെ അമ്മയ്ക്ക് ഇത് 3ാമത്തെ മകനാണ്. അതുമാത്രമാണ് ശരിക്കും പറഞ്ഞാലുള്ളൊരു കാര്യം. പ്രേക്ഷകരെല്ലാവരും ഇതിൻ്റെ വാർത്തകളെല്ലാവരും തന്നെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു. വളരെയധികം തന്നെ സത്യസന്ധമായാണ് ദിയയും സിന്ധുവും എല്ലാം പങ്കുവയ്ക്കുന്നത്. അശ്വിൻ്റെ വീട്ടുകാർക്ക് വരാൻ പറ്റില്ലായിരിക്കാം, ചടങ്ങിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം എന്ന് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഇതിങ്ങനെ ചിന്തിക്കുമ്പോഴും എല്ലാവർക്കും വളരെയധികം നല്ലതുപോലെ തന്നെയാണ് തോന്നുന്നത്. അതിലൊരു തെറ്റും തോന്നുന്നില്ല. അവർ അവരുടെ തീരുമാനങ്ങളിലനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് തോന്നുന്നു. അതുതന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറയുന്നുണ്ട്. അശ്വിൻ്റെ അമ്മയ്ക്കൊന്നും നേരെ എടുക്കാൻ പോലും പറ്റിയില്ലല്ലോ എന്നെല്ലാവരും സങ്കടം പറയുമ്പോഴും വിഷമിക്കേണ്ട എന്നെല്ലാവരും തീർച്ചയായും തീർത്ത് പറയുന്നുണ്ട്. ദിയയ്ക്കും കുഞ്ഞിനും നല്ലത് വന്നാൽ മതി, മറ്റൊന്നും നമുക്കറിയേണ്ട കാര്യമില്ലല്ലോ. അശ്വിനും അശ്വിൻ്റെ വീട്ടുകാർക്കും എത്താൻ സാധിക്കാത്തതിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ നോക്കാൻ ഒരുപാട് പേരുണ്ട്. അശ്വിൻ്റെ അമ്മയ്ക്ക് എടുക്കാൻ പറ്റില്ല എന്നൊരു സങ്കടമുണ്ടായിരിക്കും എല്ലാവർക്കും. എന്നാൽ കുഴപ്പമില്ല. പക്ഷേ ഇതെല്ലാം ശരിയായി വരും. നൂലുകെട്ട് കഴിയുമ്പോൾ തന്നെ എല്ലാ പ്രശ്നങ്ങളും തീരും. അതോടെ ചടങ്ങുകളെല്ലാം അവസാനിക്കുമെന്ന് പറയുന്നു. എന്നാൽ പലരും പറയുന്നുണ്ട് എവിടെയും അങ്ങനത്തെ ചടങ്ങുകളൊന്നും ഇല്ല എന്ന്. അശ്വിൻ്റെ വീട്ടുകാർക്ക് അല്ലാതെ തോന്നുന്നതായിരിക്കാം എന്ന്, നല്ല സമയം നോക്കിയിരിക്കുന്നതായിരിക്കാം എന്ന് പറയുന്നവരുമുണ്ട്. എന്തോ ഇതിൻ്റെ ഇടയിൽ പ്രശ്നമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. പക്ഷേ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നതാണ് സത്യം. അവർക്കിതൊക്കെ തോന്നുന്നതാണ് എന്നല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് വ്യക്തമാക്കാനില്ല. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരാധകരെല്ലാവരും ഈ വാർത്തകളെല്ലാം പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.